എപ്പോൾ നാട്ടിൽ പോകുമ്പോഴും ലാസ്റ്റത്തെ ആ ഒരു 2-3 ദിവസം നല്ല തിരക്കായിരിക്കും. എവിടെ നിന്ന് വാങ്ങിക്കണം, എന്തൊക്കെ വാങ്ങിക്കണം, ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്നൊക്കെ ആലോചിച്ചിട്ട്. അതറിയുന്നത് കൊണ്ട് തന്നെ ഇത്തവണ ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോന്നിനും കൃത്യമായ സമയവും കാലും ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റിൽ ആ ഒരു ഹറിബറി ഒഴിവാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ തീർത്തിട്ട് പോകേണ്ട കുറച്ച് ഷൂട്ട്സൊക്കെ ഉണ്ടായതുകൊണ്ട് അതിന് എക്സ്ട്രാ ടൈം കൊടുക്കേണ്ടി വന്നതുകൊണ്ട് വിചാരിച്ചത്ര സ്മൂത്തായിട്ട് പോയില്ല. എന്നാലും എപ്പോഴുള്ളതിനേക്കാൾ ആ ഒരു ഹറിബറി കുറയ്ക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം, സ്വന്തമായിട്ട് ഏണിങ്സൊക്കെ വരാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ നാട്ടിൽ പോകുമ്പോൾ കുറച്ചുകൂടി എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം മുമ്പൊക്കെ ആണെങ്കിലും ഏട്ടനാണെങ്കിലും എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു തരും കേട്ടോ, എൻ്റെ വീട്ടിലേക്കാണെങ്കിലും ഒക്കെ. എന്നാലും നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്ത പൈസേനെ കൊണ്ട് കാര്യങ്ങൾ വാങ്ങിക്കുന്നത് അത് വേറെ തന്നെ ഒരു ഡിഫറൻസ് ആണ്. ഇത്തവണയാണെങ്കിലും ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ അമ്മേനെയും അച്ഛനെയും അനിയനെയും എല്ലാവരും വിളിച്ചിട്ട് എന്താ വേണ്ടേ എന്നുള്ളത് ഒരു 100 തവണ ചോദിച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോഴതാ ചെരുപ്പ് വാങ്ങിക്കാനായിട്ട് വന്നതായിരുന്നു കേട്ടോ. ഇവിടെ മൊത്തം ഇവിടുത്തെ ആൾക്കാരൊക്കെ കൂടുതലും നമ്മളെ ആ ഒരു നല്ല ഷൈനിങ് ആയിട്ടുള്ള സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള അതുപോലുള്ള ചെരുപ്പുകളാണ് യൂസ് ചെയ്യുക. അത് ഞാൻ കാണുമ്പോൾ ഇതൊക്കെ എങ്ങനെ ഇടാന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇട്ട് നോക്കിയതിന് ശേഷം എനിക്ക് ആ ഒരു തോട്ട് മാറി കേട്ടോ. ഇട്ടപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഒരു ഫങ്ഷനൊക്കെ ഇതുപോലുള്ള ചെരുപ്പൊക്കെ തന്നെയാണല്ലോ യൂസ് ചെയ്യുക. സാരീൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നാണ് പറുനാണെങ്കിലും എനിക്കാണെങ്കിലൊക്കെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഷോപ്പിങ്ങിന് പോയപ്പോൾ പാറുവിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാറുവിനെയും കൂടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച സമയത്തിനുള്ളിൽ ഷോപ്പിംഗ് ഒന്നും തീരില്ല. അപ്പോൾ ഞാൻ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഷോപ്പിങ്ങിന് പോകുമായിരുന്നു. ഏട്ടൻ പിന്നെ ജോയിൻ ചെയ്യായിരുന്നു. അപ്പോൾ പാറുവിന് വേണ്ടിയിട്ട് ഇനി കുറച്ച് നൈറ്റ് വെയർസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് മദ്രസൂക്കിലേക്കാണ് പോകാനുള്ളത്. ആദ്യം ചെരുപ്പൊക്കെ വാങ്ങിക്കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ചധികം സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ സ്റ്റാർ ഓഫ് കൊച്ചിനിൽ വന്ന് അവിടെ നിന്നൊരു ചൂട് സുലൈമാനിയൊക്കെ കുടിച്ച് ഇനി നേരെ മത്ര സൂക്കിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ ഏട്ടൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു സമൂസ. അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിന്നെ ഒരു ഫലാഫിലും കൂടി വാങ്ങിച്ച് അങ്ങനെ നമ്മൾ നേരെ മത്രയിലേക്ക് പോയി. മത്രയിൽ നമുക്ക് പാർക്കിംഗ് കിട്ടണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. കുറച്ച് ദൂരെ ആ ഫിഷ് മാർക്കറ്റിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ മത്ര സൂക്കിലേക്ക് പോയി. ഇവിടെ ഞാൻ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല പാറിന് കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്ന കുറച്ച് വീട്ടിൽ നിന്നൊക്കെ കളിക്കുമ്പോഴൊക്കെ ആണെങ്കിലും രാത്രി കിടക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഇടാൻ പറ്റിയ കുറച്ച് ഷോർട്ട്സും പിന്നെ നൈറ്റ് വെയേഴ്സൊക്കെ കിട്ടും കേട്ടോ. ആൾക്കാണെങ്കിൽ അധികം ഫിറ്റായിട്ടുള്ള പിന്നെ അധികം കുറച്ച് തിക്കായിട്ടുള്ള ഡ്രസ്സൊന്നും അധികം താല്പര്യമില്ലാത്ത ആളാണ്. നല്ല ലൂസായി കിടക്കുന്ന ഡ്രസ്സാണ് എപ്പോഴും ആവശ്യമായിട്ട് വരിക. അതുകൊണ്ട് ഇവിടെയാണ് ഞാൻ കുറച്ചധികം അതിനുള്ള കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടേക്ക് വന്ന് പെട്ടെന്ന് തന്നെ അപ്പോഴേക്കും എന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോംബെയിലൊക്കെയുള്ള ഏതോ ഒരു ഗല്ലിയിലൊക്കെ എത്തിയ പോലത്തെ ഒരു ഫീലാണ് ഉണ്ടാവുക. ഞാൻ ബോംബെയിലൊന്നും ശരിക്കും പോയിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഓരോന്നിലേക്കും തിരിഞ്ഞ് പോകുമ്പോഴാണ് നമ്മൾ ഓരോ ഷോപ്പ് കാണുക. അങ്ങനെ ഫൈനലി നമ്മൾ എപ്പോഴും കയറാറുള്ള ഷോപ്പിലൊക്കെ കയറി അങ്ങനെ കുറച്ച് ഡ്രസ്സ് കിട്ടിയിട്ട് ഇത്തവണ അത്ര കളക്ഷൻസ് ഉള്ള പോലെ എനിക്ക് തോന്നിയില്ല. മുമ്പൊക്കെ വന്ന സമയത്ത് ഇഷ്ടംപോലെ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. ഇത്തവണ കുറച്ചധികം തിരഞ്ഞിട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പാറുക്കുട്ടീനെ കൂട്ടിയിട്ട് നേരെ വീട്ടിൽ പോയിട്ട് എനിക്കൊന്ന് ഫ്രഷ് ആവണം. ഒന്ന് ബാത്റൂമിലൊക്കെ പോയി നേരെ നമുക്ക് ഫുഡ് ഷൂട്ടിന് പോവാം. ഈ ഒരു ഫുഡ് ഷൂട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം അടിപൊളി സീ ഫുഡാണ് ഉണ്ടാവുക. മാംഗ്ലൂർ സ്റ്റൈല് പൊടി ഫ്രൈ ഒക്കെ ആയിട്ട്. ഈലുള്ള ചിപ്പൊക്കെ വാങ്ങിയിട്ട് പാറുവിനമ്മ കാണണ്ടേ? കളിച്ചേ ഇവിടുന്ന് സേറുവിൻ്റെ അടുത്തുനിന്ന് എന്താ കളിച്ച നടന്നോ? മീനിനെ നോക്കട കേട്ടോ. രാവിലെ ഫുഡ് കൊടുക്കുക. ചെടിക്ക് വെള്ളം ഒഴിക്കേ വേണ്ട. ഒരു നേരം എന്നെ ചെടിയും പൊന്നു പോലെ കേട്ടോ. മക്കളെ പോലെ നോക്കണം. ഹീലല്ലടാ, ഹീൽസ് എന്നാ പറയാ.
പിന്നെ നാളെയും കൂടി പാറക്കുട്ടിക്ക് സ്കൂളിൽ പോയാൽ മതി. പിന്നെ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ പോയി വന്നിട്ട് നാട്ടിൽ പോന്നേ. ഒരാള് വീട്ടില് ഇരിക്കപ്പുറത്ത് തരുന്നില്ല. അവക്ക് സ്കീല് എന്തായിരുന്നു പറയാ? ഹീലെന്നാണ് പറയാ. ഹീലുള്ള ചെരുപ്പ് കാണണമെന്ന് പറഞ്ഞിട്ട്. ഇഷ്ടായില്ലേ? നോക്കട്ടെ. അയ്യോ കറക്റ്റ് സൈസാണല്ലോ പാറക്കുട്ടി. സൂപ്പറല്ലേ? നടന്നു നോക്ക്. മറ്റേത് അമ്മ എടുത്തുതരാം. മറ്റേത് വേറെയുണ്ട് പാറുന് കുറേണം വാങ്ങിയിട്ടുണ്ടമ്മ. ഇത് അതിൻ്റെ പേര് ഏതാ നോക്കട്ടെ. ഇതാണോ നോക്ക്. ഇല്ല ഇതാണോ നോക്ക്. നടന്നോക്ക്. മെല്ലെ നടക്ക്. റോഡിലേക്ക് ഇറങ്ങല്ലേ. നടക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? ഫിറ്റാണോ? കുറച്ച് ഊരിപ്പോന്നോ? ഹൈറ്റ് വെച്ചുല്ലേ? ഇഷ്ടായോ രണ്ട് ചെരുപ്പും? ഏതാ നല്ലോണം ഇഷ്ടായ? ഏതാ നല്ലോണം ഇഷ്ടായ? അതൊക്കെ അമ്മേന്റെ ചെരുപ്പാടാ. ഇനി എന്താ ഉള്ളത്? ഇനി മാളു ചേച്ചിക്ക് സ്ട്രെയിറ്റ്നർ വാങ്ങണം പറഞ്ഞല്ലേ? അത് വാങ്ങിച്ചു. പിന്നെ പാറുവിന് ഒരു ബബിൾ ഗണ്ണ് വാങ്ങിയിട്ടുണ്ട്. ബബിൾ ഗണ്ണില്ലേ, ഒരു ബബിളാക്കുന്നതാ ഇത്. ഇതാ കണ്ടോ? 7 മണിക്ക് എത്തണം എന്ന് വിചാരിച്ചായിരുന്നു. ഇപ്പോൾ 7:45. ഇനി പോയി ഫുഡൊക്കെ ഷൂട്ട് ചെയ്ത് ഇനി എത്ര മണിക്കാണ് കഴിയാന്നുള്ളത് അറിഞ്ഞൂടെ. നാളെ പാറുവിന് സ്കൂളൊക്കെ ഉണ്ടായതുകൊണ്ട് നേരത്തെ തിരിച്ചെത്തിയും വേണം. വേഗം കിടന്നുറങ്ങണമല്ലോ. വേഗത്തിലും കാര്യമൊന്നുമില്ല. ആള് 11-11:30 ആവാതെ എന്തായാലും ഉറങ്ങൂല. ഉച്ചക്കൊക്കെ ഉറങ്ങി എണീച്ചല്ലേ. വാ വേഗം വാടാ. ചെരുപ്പിട്. വൃത്തി കഴിക്കും കേട്ടോ. എനിക്കെന്താ ഫുഡ് വേണ്ടേ? അല്ലെങ്കിൽ വേറെ ഫുഡിൻ്റെ വീഡിയോ ഒക്കെ ആണെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. ഇവിടെ ആയതുകൊണ്ട് എക്സൈറ്റഡ് ആണ്. എന്താ ഒരു മണമില്ല. ആ ഒരു ഇത് മീൻ, ആ ഒരു മുളകിട്ടത് മാങ്ങാക്കറി കൊണ്ടുവച്ചപ്പോൾ എന്താ പറയും. എനിക്ക് ഇടക്കിടക്ക് കഴിക്കാൻ തോന്നും ഈ സാധനം. പൊടി ഇവിടുത്തെ ഇതിൻ്റെയൊക്കെ മസാലയൊക്കെ സൂപ്പറാണ്. ഇതിൻ്റെ മസാലയൊക്കെ. ഗുബ്രയിലുള്ള ഫിഷ് ഹൗസിലായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത്. മെയിനായിട്ട് അവിടെ മാംഗ്ലൂർ സ്റ്റൈൽ ഓഫ് സീ ഫുഡാണ് ഉണ്ടാവുക. എനിക്ക് പൊതുവേ മീനും കുറച്ചധികം ഇഷ്ടം കൂടുതലാണ്. അവിടുത്തെ ഫുഡാണെങ്കിലും മാംഗ്ലൂർ സ്റ്റൈലാണ്. അത് ഞാൻ ചിലപ്പോൾ മാംഗ്ലൂർ പഠിച്ചതുകൊണ്ടായിരിക്കാം. അവിടുത്തെ തേങ്ങയരച്ച കറിയാണെങ്കിലും പൊടി ഫ്രൈ ആണെങ്കിലും പിന്നെ റവ ഫ്രൈ ഉണ്ടല്ലോ, അതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്. ഒരു നൊസ്റ്റുമാണ് അത് കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഇത്തവണ കുറച്ചധികം വിഭവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പുതിയ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ കഴിക്കാത്ത ടൈപ്പ് ഒരു ദോശ, നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടാവുന്ന ആ ഒരു നീർദോശ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എപ്പോൾ ഇവിടെ പോയിട്ടുണ്ടെങ്കിലും ഫുഡൊക്കെ സൂപ്പറായിരുന്നു. ഞാൻ പറഞ്ഞ കോറേ റൊട്ടിയെന്നോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഈ ഒരു ഫുഡിനെ പറയാൻ. ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് കുറച്ചധികം നാളായല്ലോ, അതുകൊണ്ട് ഞാനിതിൻ്റെ പേരൊക്കെ മറന്നുപോയി. പിന്നെ അങ്ങനെ കുറേ അധികം വിഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ. ശരിക്കും ഇരുന്ന് കഴിച്ചത്. വീഡിയോയിൽ പറയാനായിട്ട് ഒരു റിവ്യൂ ചെയ്യാനായിട്ട് ഓരോന്നും ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് വിശദമായിട്ട് കഴിക്കുക. അവിടെ എപ്പോൾ പോയാലും കഞ്ഞി കിട്ടും കേട്ടോ. പിന്നെ കഞ്ഞി ചോറൊക്കെ ആണെങ്കിൽ ഞാൻ അത് വിട്ടിട്ട് വേറെ ഒന്നും കഴിക്കാറില്ലല്ലോ. അപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് അവരുടെ അടുത്ത് കഞ്ഞി ഉണ്ടോയെന്ന് ചോദിച്ചു. ഭാഗ്യത്തിന് കുറച്ച് കഞ്ഞി ഉണ്ടായിരുന്നു. പിന്നെ കഞ്ഞിയും പിന്നെ മീൻകറിയും കുറച്ച് തൈരും ഇതൊക്കെ ഇട്ടിട്ട് അവർ തന്നു കേട്ടോ. ഞാൻ ലാസ്റ്റ് എല്ലാ കറിയും ട്രൈ ചെയ്തു. അതിൻ്റെ കൂടെ കഞ്ഞിയും കൂടിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളെ ശീലങ്ങൾ കോപ്പി ചെയ്യുമെന്ന് പറയുന്നത് എത്ര ശരിയാണെന്നറിയോ. നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് തന്നെയാണ് കേട്ടോ അവർ വളരുക. അപ്പോൾ നമ്മൾ അവർക്ക് എന്ത് ശീലമാണോ ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ കാര്യങ്ങളൊക്കെ നമ്മളും അവരെ മുന്നിൽ നിന്ന് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ
നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ ഒരു പിക്ചർ നമ്മുടെ കുട്ടി എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ അവർ വളർന്നോളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു ഹാബിറ്റാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് പണ്ടൊക്കെ എപ്പോഴും ചെയ്യണം എന്ന് വിചാരിക്കും, പക്ഷെ എന്നാലും ഒരു മിനിറ്റ് എപ്പോഴും ചെയ്യണം എന്ന് വിചാരിക്കും, പക്ഷേ മിക്കപ്പോഴും പറ്റാറില്ല. എന്നാലും റീസെൻ്റായിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഹാബിറ്റാണ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ്സ് വായിക്കുക എന്നുള്ളത്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ കറക്റ്റ് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ബ്രഷ് ചെയ്യണം, വാഷ്റൂമിൽ പോകണം എന്നൊക്കെയുള്ളത് നമ്മൾ എഴുതി വെച്ചിട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. അത് നമ്മൾക്ക് ശീലമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ചില ഹാബിറ്റ്സ് ഒക്കെ നമ്മൾ അതുപോലെ ഒരു മിനിറ്റ് ബിൽഡ് ചെയ്തെടുക്കണം. അതായത് രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വായിക്കുക. നമ്മൾ എന്തായാലും രാത്രി ഉറങ്ങാൻ കിടക്കുമല്ലോ, അപ്പോൾ കിടക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ്സ് വായിക്കുക. അതിപ്പോൾ ആദ്യമൊക്കെ ഞാൻ ചില ദിവസങ്ങളൊക്കെ മറന്നു പോകട്ടെ, എന്നാലും ഞാനത് ശരിക്കും ഫോളോ ചെയ്യും. മറന്നു പോയാലും എങ്ങനെയെങ്കിലൊക്കെ ഓർത്തെടുത്ത് ഞാൻ ആ ഒരു ടു ഡു ലിസ്റ്റൊക്കെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഈ സമയത്ത് വായിക്കേണ്ട സമയമാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഉറങ്ങുന്നതിന് 10 മിനിറ്റ് വായിക്കും കേട്ടോ. അതങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് ശീലമായി. ഞാൻ ബെഡിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ബുക്ക് എടുത്തിട്ടായിരിക്കും വരിക, എന്നിട്ട് വായിക്കും. ഞാനിപ്പോൾ വായിക്കുന്ന ബുക്ക് ഇത് ഈ ഒരു ബുക്കാണ് കേട്ടോ. അപ്പോൾ പാറക്കുട്ടി ആണെങ്കിലും അവളുടെ ബുക്ക് എടുത്തിട്ട് എൻ്റെ കൂടെ വന്നിരുന്ന് വായിക്കാനൊന്നും അറിയില്ലെങ്കിലും പിക്ചേഴ്സൊക്കെ വെറുതെ അങ്ങ് നോക്കിയിരിക്കും കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്യുന്ന ആ ഒരു കാര്യം കണ്ടപ്പോൾ അവൾ ഒരു ദിവസം പെട്ടെന്ന് ബുക്ക് എടുത്ത് വന്നിട്ട് എൻ്റെ കൂടെ കിടക്കാൻ തുടങ്ങിയാണ് കേട്ടോ. ഇപ്പോൾ ഡെയിലി അവളും എൻ്റെ കൂടെ ജോയിൻ ചെയ്യും വായിക്കാനൊക്കെ ആയിട്ട്. വന്നത് അത്രയേ ഉള്ളൂ. നമ്മളെ കുട്ടികളൊക്കെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണെങ്കിൽ നമ്മൾ അവരുടെ റോൾ മോഡൽ ആയിരിക്കുക. അല്ലാതെ നമ്മൾ 24 മണിക്കൂറും ഫോണും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ വേറൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളത് അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും കേട്ടോ. നമ്മൾ കണ്ട് വളരുന്നതാണ് നമ്മളും ഫോളോ ചെയ്യുക. അപ്പോൾ അവർ കുറേയധികം നല്ല നല്ല ഹാബിറ്റ്സ് ഒക്കെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കൂടെ നമ്മളും അതൊക്കെ ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അത് എന്താ പറയുക, അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. അതൊക്കെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, നല്ലൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത ഒരു ദിവസമായിരുന്നു. അങ്ങനെ ആ ഒരു ദിവസമാണെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ് തോന്നാറുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കുറച്ചധികം ഇനി നാളത്തെ ഒരു വീഡിയോ കൂടി വരുന്നുണ്ട്. നാളെ എനിക്കൊന്ന് ഹെയറൊക്കെ ഒന്ന് കളർ ചെയ്യാൻ പോകണം, പിന്നെ കുറച്ച് പെൻഡിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം. അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ തന്നെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.